പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗീയനായ യേശുനാഥ, നീ ഞങ്ങൾക്ക് സഹായക്കാരനായിരിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് അഭയസ്ഥാനമായിരിക്കണമേ. യേശുനാഥ, നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പരിഹരിക്കണമേ. യേശുനാഥ, നീ ന്യായം വിസ്തരിക്കുമ്പോൾ ഞങ്ങളോട് ദയവ് ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവമേ, നീ ഞങ്ങൾക്ക് ഉന്നതമായ കോട്ടയും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദുഷ്ടനിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും നിന്റെ കരുണയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് എടുക്കേണ്ടത് 29-ാം സങ്കീർത്തനമാണ്. ഇടിമുഴക്കത്തിൽ ദൈവത്തിന്റെ മഹത്വം. പ്രകമ്പനം കൊള്ളിക്കുന്ന ഇടിമുഴക്കത്തിൽ കൂടെ ദൈവശബ്ദം വെളിപ്പെടുന്നതിനാൽ ഈ സങ്കീർത്തനത്തെ 7 ഇടിനാഥം എന്നാണ് യഹൂദന്മാർ വിശേഷിപ്പിക്കാറുള്ളത്. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ കൂടെ ദൈവമഹത്വം വെളിവായി വരുന്നു എന്ന് സ്പഷ്ടമാക്കുന്ന ഒരു വേദഭാഗമാണ് ഈ സങ്കീർത്തനം. മാത്രമല്ല, എത്ര പ്രക്ഷുബ്ധമായ പ്രതിഭാസമാണെങ്കിലും അതിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരിപാലനം ഇത് വ്യക്തമാക്കുന്നു. കൊടുങ്കാറ്റും അതോടൊപ്പം ഉണ്ടാകുന്ന ഇടിയും മിന്നലും പ്രകൃതിയിൽ പല മാറ്റങ്ങളും വരുത്തുന്നു. മനുഷ്യ ഹൃദയത്തിൽ ഭയം ഉളവാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവയിൽ ദൈവശബ്ദം പ്രതിധ്വനിക്കുന്നു എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. പ്രകൃതി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് ആരാധിക്കപ്പെടേണ്ടതല്ല. അതോടൊപ്പം തന്നെ അതിനെ ചൂഷണം ചെയ്യുകയും ചെയ്യരുത്. അതിൻ്റെ എല്ലാം രാജാവും മകുടവുമായിട്ടാണ് മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ചൂഷണം ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളെയും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പെരുവെള്ളത്തിന്മീതെ ദൈവത്തിന്റെ സിംഹാസനം എന്ന് പ്രസ്താവിക്കുമ്പോൾ ദൈവസാന്നിധ്യം പ്രകൃതിയെ നിറഞ്ഞു നിൽക്കുന്നു എന്നും അവിടുന്ന് അതിനെ നിയന്ത്രിച്ച് പരിപാലിക്കുന്നുവെന്നും നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ സങ്കീർത്തനത്തിലെ മനോഹര വർണ്ണനയിൽ പ്രകൃതിയിലെ സകല ശക്തികളും സംസാരിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ച് പ്രവർത്തിപ്പിച്ച് അതിനു മീതെ സിംഹാസനസ്ഥനായി ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെയും ശക്തിയെയും നന്മയെയും കുറിച്ചത്രേ. ഈ സങ്കീർത്തനക്കാരനെ പോലെ അചേതനമായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രകൃതി ശക്തികളിൽ ഭക്തന്മാർ ദൈവത്തിന്റെ ശബ്ദവും ദൂതുമാണ് കേൾക്കുന്നത്. അഗ്നിജാലികളെ ചിഹ്നിക്കുന്ന യഹോവയുടെ ശബ്ദം, ന്യായവിധിയുടെ കൊടുവാളും ദൈവകൃപയുടെ മനോഹര വില്ലും കണ്ടുണർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാവുന്നതാണ്. കർത്താവിനാൽ അനുഗ്രഹീതരെ, നാം ജീവിക്കുന്നത് ദൈവത്താൽ മാത്രമാണ്. നമ്മുടെ ശക്തിയും ധൈര്യവും കഴിവും മിഴിവും എല്ലാം ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവേശു മിശിഹ ദൈവവുമായി നമ്മെ അനുരഞ്ജനപ്പെടുത്തിയതിനാൽ നമുക്ക് സമാധാനവും ശാന്തിയുമുണ്ട്. ആ ശാന്തി എന്നാൽ നിലനിൽക്കത്തക്കവണ്ണം നമ്മൾ പ്രകൃതിയോട് നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യത്തോടെ അവയെ നിയന്ത്രിക്കാനും അതിനെ വേല ചെയ്യുവാനും അതിനെ ശുശ്രൂഷിക്കുവാനും നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ചൈതന്യം ഇതിൽ വിളങ്ങുന്നു എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കുന്നവരാണ്.